നമസ്കാരം. ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആരോഗ്യ പരിപാലനത്തിനായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ചോദ്യ നക്ഷത്രക്കാർക്ക് 1-ാമത്തെ വയസ്സിലും 3-ാമത്തെ വയസ്സിലും ശ്വാസ തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. നാലാമത്തെ വയസ്സിൽ ഉഷരോഗങ്ങളായ ചിക്കൻ പോക്സ് മുതലായവയും മൂത്രാശയ രോഗങ്ങളും സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. തക്കതായ ചികിത്സാകാര്യങ്ങൾ ഫലപ്രദമാക്കേണ്ട സമയമാണ്. 7-ാമത്തെ വയസ്സിലാകട്ടെ നാൽക്കാലികളെ കൊണ്ടോ വളർത്തുമൃഗങ്ങളാലോ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. 12-ാമത്തെ വയസ്സിൽ ഫുഡ് പോയ്സണോ മറ്റോ കാര്യങ്ങളെ കൊണ്ടും വിഷഭയം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധയും കരുതലും ആവശ്യമായിട്ട് കാണുന്നു. 15-ാമത്തെ വയസ്സിൽ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. 25-ാമത്തെ വയസ്സിൽ സ്ത്രീജനങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് പെരുമാറ്റത്തിലും വർത്തമാനത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തണമെന്ന് സൂചിപ്പിക്കുന്നു. 26-ാമത്തെ വയസ്സിൽ വിഷഭയം പറയുന്നുണ്ട്. ഫുഡ് പോയ്സൺ ആവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങൾ അകത്ത് ചെല്ലലാവാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി സൂചിപ്പിക്കുന്നു. 35-ാമത്തെ വയസ്സിൽ ഗവൺമെൻറ് തലത്തിലുള്ള കേസോ നടപടികൾക്കോ സാധ്യതകളുള്ളതുകൊണ്ട് എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. 40-ാമത്തെ വയസ്സിൽ മൃഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാം, വളരെയധികം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. 47-ാമത്തെ വയസ്സിൽ വാത സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് തക്കതായിട്ടുള്ള ചികിത്സകൾ ഫലപ്രദമാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമായി സൂചിപ്പിക്കുന്നു. 54-ാമത്തെ വയസ്സിൽ നീർക്കെട്ട് മൂലം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. 64-ാമത്തെ വയസ്സിൽ വയറുവേദന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയത്തിന് ഭക്ഷണക്രമങ്ങളും മറ്റും ചികിത്സാ കാര്യങ്ങളും തേടേണ്ടതായിട്ടുള്ള സാഹചര്യം കാണുന്നു. ഈ സന്ധികളെല്ലാം മാറിക്കിട്ടുന്ന പക്ഷം 73-ാം വയസ്സിൽ തുലാമാസത്തിലെ ശനിയാഴ്ചയും തിരുവാതിര നക്ഷത്രവും ഉദിച്ച് 20 നാഴികയ്ക്ക് മേൽ തലവേദനയാൽ ആപത്തുകൾ സംഭവിക്കാമെന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.